കൃപ വേണമപ്പാ, കൃപ വേണമപ്പാ നിൻ മക്കൾക്ക്. കൃപ വേണമപ്പാ, കൃപ വേണമപ്പാ, കൃപ വേണമപ്പാ നിൻ മക്കൾക്ക്. കൃപ വേണമപ്പാ, കൃപ വേണമപ്പാ, കൃപ വേണമപ്പാ നിൻ മക്കൾക്ക്. ഇന്ന് പകൽ മക്കളെങ്കിൽ, ആ വെളിപ്പാടിനകത്ത് നിൽക്കുന്നവരാണെങ്കിൽ ഇന്ന് പകൽ 2 പ്രാവശ്യം അത് പറഞ്ഞു നിർത്തത്തില്ല. അവരൊന്നുകൂടി അത് ആവർത്തിക്കാനുള്ള സാധ്യതയുണ്ട്. കൃപ എന്താണെന്ന് തിരിച്ചറിഞ്ഞവർ ഇന്ന് പകൽ ആ പദം വീണ്ടും വീണ്ടും ആവർത്തിക്കാൻ സാധ്യതയുണ്ട്. മറ്റെന്തിനേക്കാൾ കൂടുതൽ എൽ ഷദായി സഭ അത് ഈ വർഷം മുഴുവൻ ആവർത്തിച്ചു കൊണ്ടേയിരിക്കും. കാരണം ഈ വർഷം ദൈവം നമുക്ക് ആമേൻ ആമേൻ കേവലം കൃപയല്ല, ഗ്രേറ്റ് ഗ്രേസ്, ആമേൻ, അതിമഹത്തായ കൃപ. കഴിഞ്ഞ വർഷം പലരോടും ഈ ചോദ്യം ചോദിച്ചു. ഓപ്ഷൻസ് ഇല്ലാത്തതിന്റെ പേരിൽ പലരും ഈ ചോദ്യത്തിന് തെറ്റിച്ചു, മറുപടി തെറ്റിച്ചു. ഓപ്ഷൻ ഇല്ലായിരുന്നു. പക്ഷെ 2025 ഈ ചോദ്യം വീണ്ടും ദൈവസഭയോട് പരിശുദ്ധാത്മാവ് ചോദിക്കുകയാണ്, ഈ വർഷം ജയിക്കാൻ എന്തു വേണം? ഈ വർഷം നിലനിൽക്കാൻ എന്തു വേണം? ഓപ്ഷൻ തന്നിട്ടുണ്ട്, ഇനിയും തെറ്റിക്കരുത്. ഓ, നിങ്ങൾ മനസ്സിലായില്ല, ദൂത് മനസ്സിലായി. നിങ്ങൾക്ക് ഇപ്രാവശ്യം ഓപ്ഷൻ ഓൾറെഡി തന്നിട്ടുണ്ട്. 31-ാം തീയതി ഓപ്ഷൻ കിട്ടിയിട്ടുണ്ട്. ഓപ്ഷൻ വായിച്ചു നോക്കിയിട്ട് തെറ്റിക്കരുത്. ഓപ്ഷനകത്ത് കിടക്കുന്നത് പൈസയല്ല വേണ്ടത്, ആമേൻ, ബന്ധങ്ങളല്ല വേണ്ടത്. അതിനകത്ത് ഒരു ഓപ്ഷൻ കൂടി കിടപ്പുണ്ട്, കൃപ. കൃപ ഇന്ന് പകൽ അത് തെറ്റിക്കാതെ അതിന് ടിക്കിടുന്നവരെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഇന്ന് പകൽ ഓപ്ഷൻസ് കർത്താവ് നൽകിയിട്ടുണ്ട്, അതിനകത്ത് ആ കൃപ കിടപ്പുണ്ട്. ഇന്ന് പകൽ അതിനെ ഒന്ന് ടിക്കിടണം, അതിന് ശരിവെക്കണം, അതിനൊന്ന് വട്ടം വരയ്ക്കണം, അതിനെ ഒന്ന് മുറുകെ പിടിക്കണം. 2025 ജയിക്കാൻ വേണ്ടത്, ഏതു പ്രായക്കാർക്കും ജയിക്കാൻ വേണ്ടത് ദൈവത്തിന്റെ കൃപയാണ്. ആ കൃപ വന്നവരുടെ ഇടയിൽ മുട്ടുള്ളവരൊന്നുമില്ലായിരുന്നു. അഭിഷക്തന്റെ ആ സന്ദേശം അനുഗ്രഹമായവർ ആ കരങ്ങളെ ഉയർത്തി കർത്താവിനൊന്ന് നന്ദി പറഞ്ഞാട്ടെ. ഓ, പ്രൈസ് ഗോഡ്. ഇന്ന് പകൽ ആ കൃപ നമ്മുടെ ജീവിതത്തിൽ അത് നമുക്ക് വേണ്ടതെല്ലാം നമ്മിൽ ഉറപ്പ് വരുത്തുന്നതാണ്. എത്ര പേർ പറയും, എന്നേക്കാൾ എനിക്ക് വേണ്ടത് എന്താണെന്ന് നന്നായി അറിയുന്ന ഒരു ദൈവത്തെയാണ് ഞാൻ സേവിക്കുന്നത്. എന്റെ കർത്താവിന് നന്നായിട്ട് അറിയാം എനിക്ക് വേണ്ടത് എന്താണെന്ന്. 2025 നിനക്ക്, നിന്റെ കുടുംബത്തിന്, നിന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടത് എന്താണെന്ന് ആമേൻ നന്നായി അറിയുന്നൊരു കർത്താവ് വേണ്ടതെല്ലാം വേണ്ടുന്നിടത്തോളം നൽകി നമ്മെ വഴി നടത്തുന്നൊരു കർത്താവ്. ആ സന്തോഷമുള്ള ദൈവമക്കളെല്ലാം ആ കരങ്ങളെ ഒന്ന് ചേർത്ത് തട്ടി കർത്താവിന് മഹത്വം കൊടുത്താണ്. ഇന്ന് പകൽ നാം ആരാധിക്കുന്ന ദൈവം, സെറാഫുകൾ 2 ചിറക് കൊണ്ട് മുഖം മൂടി, 2 ചിറകുകൾ കൊണ്ട് അവരുടെ പാദങ്ങളെ മൂടി, 2 ചിറകുകൾ കൊണ്ട് പറന്നു നിന്ന് ഒരുവൻ മറ്റൊരുവനോട് പറയുന്നു, സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ, 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 പരിശുദ്ധൻ. ഇന്ന് പകൽ നാം ആരാധിക്കുന്ന ദൈവം, അവൻ പാപമില്ലാത്തവൻ, അവൻ പരിശുദ്ധൻ, അവൻ അത്യുന്നതൻ, അവൻ ശ്രേഷ്ഠനായ ദൈവം. ഇന്ന് പകൽ എത്ര പേർക്ക് സന്തോഷമുണ്ട്? ഒരു യോഗ്യതയും ഇല്ലാത്ത നാം ആരാധിക്കുന്ന ദൈവം, അവൻ നമ്മുടെ ആരാധനകൾക്ക് യോഗ്യൻ എന്ന് പറയുമ്പോൾ, അവൻ പരിശുദ്ധൻ എന്ന് പറയുമ്പോൾ, സർവ പുകഴ്ചയ്ക്കും സർവ ബഹുമാനത്തിനും സർവ അധികാരങ്ങൾക്കും സകല വാഴ്ചകൾക്കും ഫലയായവന് നമ്മളൊന്ന് ചേർന്ന് പാടി കർത്താവിനെ ഒന്ന് സ്തുതിക്കാൻ പോവുകയാണ്. ആ ചേർന്ന കരങ്ങളെ തട്ടി പാടി നമ്മുടെ കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം. Hallelujah. Yeshua.
ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. നമുക്കൊന്ന് ചേർന്ന് പാടാമോ? മഹത്വത്തിൻ പ്രത്യാശയായവനെ എന്നെ തികഞ്ഞവനാക്കി നിർത്തുന്നോനെ, വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും തലയായവനിൽ ഞങ്ങൾ ആശ്രയിക്കുന്നേ. വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും തലയായവനിൽ ഞങ്ങൾ മഹത്വത്തിൻ പ്രത്യാശ, മഹത്വത്തിൻ പ്രത്യാശയായവനെ എന്നെ തികഞ്ഞവനാക്കി നിർത്തുന്നോനെ, വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും തലയായവനിൽ ഞങ്ങൾ ആശ്രയിക്കുന്നേ. ഓ വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും തലയായവനിൽ ഞങ്ങൾ ആശ്രയിക്കുന്നേ. ആറാറു ചിറകുള്ള സാറാഫുകൾ ഇടവിടാതങ്ങേ ആരാധിക്കും. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനേ, ആത്മശക്തിയാൽ അങ്ങേ ആരാധിക്കും. ഓ ആറാറു ചിറകുള്ള സാറാഫുകൾ ഇടവിടാതങ്ങേ ആരാധിക്കും. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനേ, ആത്മശക്തിയാൽ അങ്ങേ ആരാധിക്കും. മഹത്വത്തിൻ പ്രത്യാശയായവനെ എന്നെ തികഞ്ഞവനാക്കി നിർത്തുന്നോനെ, ഓ വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും തലയായവനിൽ ഞങ്ങൾ ആശ്രയിച്ചുകൊണ്ട്, വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും തലയായവനിൽ ഞങ്ങൾ ആറാറു ചിറകുള്ള സാറാഫുകൾ ഇടവിടാതങ്ങേ ആരാധിക്കും. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനേ, ആത്മശക്തിയോടെ ആറാറു ചിറകുള്ള സാറാഫുകൾ ഇടവിടാതങ്ങേ ആരാധിക്കും. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനേ, ആത്മശക്തിയാൽ അങ്ങേ ആരാധിക്കും. ഇടയ ശ്രേഷ്ഠൻ പ്രത്യക്ഷനാകുമ്പോൾ കണ്ണുനീരെല്ലാം തോന്നിടുമേ. വാടാത്ത കിരീടം പ്രാപിക്കുമേ ഞാൻ, ദൈവ തേജസ്സിനാൽ മൂടപ്പെടുമേ. ഇടയ ശ്രേഷ്ഠൻ പ്രത്യക്ഷനാകുമ്പോൾ കണ്ണുനീരെല്ലാം തോന്നി. വാടാത്ത കിരീടം പ്രാപി ദൈവ തേജസ്സിനാൽ മൂടപ്പെടുമേ. ഓ ആറാറു ചിറകുള്ള സാറാഫുകൾ ഇടവിടാതങ്ങേ പരിശുദ്ധനേ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനേ, ആത്മശക്തിയാൽ അങ്ങേ ആരാധിക്കും. ആറാറു ചിറകുള്ള സാറാഫുകൾ ഇടവിടാതങ്ങേ ആരാധിക്കും. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനേ, ആത്മശക്തിയാൽ അങ്ങേ ആരാധിക്കും. ഇന്ന് പകൽ ദൈവസഭ ചേർന്ന് പറയണം, എൽ ശദ്ദായി ഞങ്ങളുടെ ദൈവം, അവൻ സർവശക്തനായ ദൈവം. എൽ ശദ്ദായി പേരിൽ മാത്രമല്ല, അവൻ തന്റെ പ്രവൃത്തിയിലും അത് തന്നെയാണ്. എൽ ശദ്ദായി പേരിൽ മാത്രമല്ല, തന്റെ പ്രവൃത്തിയിലും അവൻ തന്റെ സർവശക്തി വെളിപ്പെടുത്തുന്ന ദൈവമാണ്. ഇന്ന് പകൽ എത്ര പേർ പ്രതീക്ഷിക്കുന്നു, അപ്പാ എൽ ശദ്ദായി ഞങ്ങളുടെ ജീവിതത്തിന്റെ ഈ ദിവസങ്ങൾ, ഈ 2025 ആദ്യ ദിവസങ്ങളിൽ എൽ ശദ്ദായി ഞങ്ങളുടെ ജീവിതത്തിൽ, ഞങ്ങളുടെ കുടുംബത്തിൽ, ഞങ്ങളുടെ ജോലി മേഖലകളിൽ, ഞങ്ങളുടെ വിദ്യാഭ്യാസ മേഖലകളിൽ, ഞങ്ങളുടെ ഭാവിയോടുള്ള ബന്ധത്തിൽ എൽ ശദ്ദായിയെ ഞങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നു. We expect El Shaddai God in our life. വിശ്വസിക്കുന്നവർക്ക് ഇന്ന് പകരം ആമേൻ പറയാം. എൽ ശദ്ദായി സർവശക്തൻ. ഇന്ന് പകൽ നമ്മൾ ഒന്ന് ആശ്രയിച്ച്, ആ കർത്താവിൽ ഒന്ന് ആശ്രയിച്ച് ചേർന്ന്, എൽ ശദ്ദായി എന്നെ ശക്തനാക്കിയിടുമ്പോൾ കഴുകനെ പോലെ പറന്നിടുമേ. തളർന്നു പോകാതെ ഓടിയിടുമേ ഞാൻ, ദൈവമഹത്വം എന്നിൽ വെളിപ്പെടുമേ. എൽ ശദ്ദായി എന്നെ ശക്തനാക്കിയിടുമ്പോൾ കഴുകനെ പോലെ പറന്നിടുമേ. തളർന്നു പോകാതെ ഓടിയിടുമേ ഞാൻ, ദൈവമഹത്വം പറഞ്ഞ
എന്നെ ശക്തനാക്കിയിടുമ്പോൾ കഴുകനെ പോലെ പറന്നിടുമേ. തളർന്നു പോകാതെ ഓടിയിടുമേ ഞാൻ. ദൈവമഹത്വമെന്നിൽ ജനം ചേർന്നാറാണ് ചിറകുള്ള സാറാഫുകൾ ഇടവിടാതങ്ങെ ആരാധിക്കും. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെ ആത്മശക്തിയാൽ അങ്ങേ ആരാധിക്കും. ആമേൻ. ആറാറു ചിറകുള്ള സാറാഫുകൾ ഇടവിടാതങ്ങേ ആരാധിക്കും. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെ ആത്മശക്തിയാൽ അങ്ങേ മഹത്വത്തിൻ പ്രത്യാശയായവനെ എന്നെ തികഞ്ഞവനാക്കി നിർത്തുന്നോനെ. വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും തലയായവനിൽ ഞങ്ങൾ ആശ്രയിക്കുന്നേ. വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും തലയായവനിൽ ഞങ്ങൾ ആശ്രയിക്കുന്നേ. ഓ ആറാറു ചിറകുള്ള സാറാഫുകൾ ഇടവിടാതങ്ങെ ആരാധിക്കും. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെ ആത്മശക്തിയാൽ ശതമുയർത്തിയോ. ആറാറു ചിറകുള്ള ഓ ഇടവിടാതങ്ങെ ആരാധിക്കും. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെ ആത്മശക്തിയാൽ അങ്ങേ ആരാധിക്കും. ഓ ഇടയ ശ്രേഷ്ഠൻ പ്രത്യക്ഷനാകുമ്പോൾ കണ്ണുനീരെല്ലാം തോർന്നിടുമേ. വാടാത്ത കിരീടം പ്രാപിക്കുമേ ഞാൻ. ദൈവ തേജസ്സിനാൽ മൂടപ്പെടുമേ. ഇടയ ശ്രേഷ്ഠൻ പ്രത്യക്ഷനാകുമ്പോൾ കണ്ണുനീരെല്ലാം തോർന്നിടുമേ. വാടാത്ത കിരീടം പ്രാപിക്കുമേ ഞാൻ. ദൈവ തേജസ്സിനാൽ പ്രത്യാശയോടെ ആറാറു ചിറകുള്ള സാറാഫുകൾ ഇടവിടാതങ്ങെ ആരാധിക്കും. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെ ആത്മശക്തിയാൽ അങ്ങേ ആരാധിക്കും. ഓ ആറാറു ആത്മശക്തിയിൽ അവനെ മഹത്വപ്പെടുത്തട്ടെ. ആത്മസാന്നിധ്യം അനുഭവിക്കട്ടെ. ജഡത്തിലല്ലേ ആത്മാവിൽ ഇന്ന് പകൽ ആത്മാവിൽ അവനെ സ്തുതിക്കുന്നവർ ചേർന്ന് ഓ ആറാറു ചിറകുള്ള സാറാഫുകൾ ഇടവിടാതങ്ങെ ആരാധിക്കും. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെ ആത്മശക്തിയാൽ അങ്ങേ ആരാധിക്കും. എന്നെ ശക്തനാക്കിയിടുമ്പോൾ കഴുകനെ പോലെ പറന്നിടുമേ. തളർന്നു പോകാതെ ഓടിയിടുമേ ഞാൻ. ദൈവമഹത്വത്തിൽ മൂടപ്പെടുമേ. എന്നെ ശക്തനാക്കിയിടുമ്പോൾ കഴുകനെ പോലെ പറന്നിടുമേ. ഓ തളർന്നു പോകാതെ ഓടിയിടുമേ ഞാൻ. ദൈവമഹത്വമെന്നിൽ എന്നെ ശക്തനാക്കിയിടുമ്പോൾ കഴുകനെ പോലെ പറന്നിടുമേ. തളർന്നു പോകാതെ ഓടിയിടുമേ ഞാൻ. ദൈവമഹത്വമെന്നിൽ വെളിപ്പെടുമേ. അവൻ മഹത്വത്തിൻ പ്രത്യാശയായവന് എന്നെ തികഞ്ഞവനാക്കി നിർത്തുന്നോനെ. വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും തലയായവനിൽ ഞങ്ങൾ ആശ്രയിക്കുന്നേ. വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും തലയായവനിൽ ഞങ്ങൾ ആശ്രയിക്കുന്നേ. ഓ ആറാറു ചിറകുള്ള സാറാഫുകൾ ഇടവിടാതങ്ങെ ആരാധിക്കും. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെ ആത്മശക്തിയാൽ അങ്ങേ ആരാധിക്കും. ഓ ആറാറു ചിറകുള്ള സാറാഫുകൾ ഇടവിടാതങ്ങെ ആരാധിക്കും. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെ ആത്മശക്തിയാൽ അങ്ങേ ആരാധിക്കും. ഓ ആറാറു ചിറകുള്ള സാറാഫുകൾ ഇടവിടാതങ്ങെ ആരാധിക്കും. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെ ആത്മശക്തിയാൽ അങ്ങേ ആരാധിക്കും. ഓ പരിശുദ്ധനെ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ഞങ്ങൾ അങ്ങേ ആശ്രയിക്കുന്നു. ഞങ്ങൾ അങ്ങേ ആശ്രയിക്കുന്നു. ഞങ്ങൾ
ഞങ്ങളെ ശക്തരാക്കുന്നവൻ ഇന്ന് പകൽ ഞങ്ങൾ അഭയം ചൊല്ലുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനേ, ആത്മശക്തിയാൽ അങ്ങേ ആരാധിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ശബ്ദമുയർത്തി ഹല്ലേലൂയ. ഇന്ന് പകൽ ഈ പരിശുദ്ധനായവനെ ആരാധിക്കാം. ഈ 2025 5ാമത്തെ ദിവസം അവൻ എന്റെ ജീവിതത്തിൽ ഭാഗ്യം നൽകിയെന്ന് കുറ്റബോധമില്ലാതെ ഈ കർത്താവിനെ ഇന്ന് പകലും ആരാധിക്കാൻ സന്തോഷമുള്ളവർ ആ ചിരിച്ച മുഖത്തോടെ കർത്താവിനൊരു നന്ദി. ഇതിനകത്ത് ഇന്ന് പകൽ ഇരിക്കുന്നത് അബദ്ധമല്ല. ഞാൻ എടുത്ത എന്റെ തീരുമാനം തെറ്റിപ്പോയില്ല. ഇന്ന് പകൽ ഇതെന്റെ സന്തോഷത്തിന്റെ ദിവസമാണ്. ഇതെന്റെ ആനന്ദത്തിന്റെ ദിവസമാണ്. ഇതെന്റെ അനുഗ്രഹത്തിന്റെ പകലാണ്. ഇന്ന് പകലൊന്ന് പ്രതികരിക്കാൻ ഒരു കൃപ കർത്താവിനോടൊന്ന് ചോദിച്ച്. ഈ 2025 ഈ വർഷം വലിയ പ്രതീക്ഷകളോടെയാണ് അനേകർ പ്രവേശിച്ചിരിക്കുന്നത്. എന്നാൽ ഇന്ന് രാത്രിയിൽ ഈ ലോകത്തിലുള്ള ഏത് മനുഷ്യനേക്കാൾ വലിയ പ്രതീക്ഷ നമുക്കുണ്ട്. ഇടയ ശ്രേഷ്ഠൻ പ്രത്യക്ഷനാകുമ്പോൾ എന്റെ കണ്ണുനീരെല്ലാം തോർന്നു പോകും. അവൻ വാടാത്ത കിരീടം എനിക്കായി ഒരുങ്ങുന്നുണ്ട്. ആ പ്രതിഫലം നൽകുന്ന നാളിൽ പ്രത്യാശയോടെ ആ വിണ്ണുലകം പൂകാൻ ആത്മാവിൽ ഒരുക്കപ്പെട്ട ദൈവമക്കൾ, ഇന്ന് പകൽ ആ കൃപ പ്രാപിച്ച ദൈവമക്കൾ, ഇന്ന് പകൽ ആത്മാവിൽ ആ കരങ്ങളെ ഒന്ന് ചേർത്ത് തട്ടി ഒന്ന് സന്തോഷിച്ചാട്ടെ. നമുക്കെല്ലാവർക്കും ദൈവസന്നിധിയിൽ ഒന്ന് എഴുന്നേൽക്കാം. കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറും. അവരുടെ ജീവിതത്തിൽ ഇനി എത്ര പേർ പറയും, എനിക്കിനി കാത്തിരിക്കാൻ സമയമില്ല, എന്റെ കൂടെ ആരേലും ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് നോക്കാൻ സമയമില്ല, എന്റെ മേൽ അസാധാരണമായ ഒരു ശക്തി വ്യാപരിച്ചു തുടങ്ങിയിട്ടുണ്ട്, എനിക്ക് പുതിയ തൂവലുകൾ വന്നു തുടങ്ങിയിട്ടുണ്ട്, എന്റെ ശരീരത്തിൽ എനിക്ക് എന്റെ ആത്മാവിൽ ഒരു പുതുബലം അനുഭവിക്കുന്നതായിട്ട്. നിങ്ങൾ എത്ര പറഞ്ഞാലും നിങ്ങൾ അനുഭവിക്കുന്ന എന്താണെന്ന് നിങ്ങളുടെ അടുത്തിരിക്കുന്നവർക്ക് മനസ്സിലാകത്തില്ല, അതറിയാം. സ്തോത്രം. അതുകൊണ്ട് നമ്മൾ ഇനി അവരെ കൺവിൻസ് ചെയ്യാൻ സമയം കളയണ്ട. അനുഭവിച്ചവർ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ഇന്ന് പകൽ ദൈവത്തെ മഹത്വപ്പെടുത്തട്ടെ, ദൈവത്തെ മഹത്വപ്പെടുത്തട്ടെ. ആ ദൈവശക്തി ആത്മബലം ശരീരത്തിൽ അനുഭവിക്കാൻ കഴിയുന്ന ദൈവമക്കൾ ഇതിനകത്തുണ്ടെങ്കിൽ ദൈവത്തിന് നന്ദി പറഞ്ഞാട്ട്, പരിശുദ്ധ ആത്മാവിന് നന്ദി പറഞ്ഞാട്ട്, ഇന്ന് പകൽ ആ സാന്നിധ്യത്തെ ഒന്ന് ചോദിച്ചാട്ട്. എൽ ശദ്ദായി, എന്നെ ശക്തനാക്കുന്ന ദൈവം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ അങ്ങനെയാ പറയുന്നത്, അവൻ ക്ഷീണിച്ചിരിക്കുന്നവർക്ക് ശക്തി നൽകുന്നു, അവൻ ബലമില്ലാത്തവർക്ക് അവൻ ബലം പകരുന്നു. നീ 2024 നീ ക്ഷീണിച്ചു പോയെന്ന് പറഞ്ഞ് 2025 നിന്നെ കളയുന്നവനല്ല എന്റെ ദൈവം. നിന്റെ ക്ഷീണത്തെ മാറ്റുന്ന പുതുബലം ഇന്ന് പകൽ നിന്റെ മേൽ പകരുവാൻ എന്റെ ദൈവം മതിയായവനാണ്, മതിയായവനാണ്, മതിയായവനാണ്. ഇന്ന് പകൽ ക്ഷീണിച്ചിരിക്കുന്ന ആരെങ്കിലും ഇതിനകത്തുണ്ടെങ്കിൽ, അവൻ ശുശ്രൂഷയിൽ ക്ഷീണിച്ചു പോയവർ, ദൈവവുമായുള്ള ബന്ധത്തിൽ ക്ഷീണിച്ചു പോയവർ, സഭയുമായുള്ള ബന്ധത്തിൽ ക്ഷീണിച്ചു പോയവർ, ഇന്ന് പകൽ നിങ്ങൾക്ക് വേണ്ടത് ശക്തിയാണ്. നിങ്ങൾക്ക് വേണ്ടത് മനുഷ്യന്റെ അഭിപ്രായമല്ല, നിങ്ങൾക്ക് വേണ്ടത് ആത്മബലമാണ്. എൽ ശദ്ദായി എന്നെ ശക്തനാക്കിയിടുമ്പോൾ കഴുകനെ പോലെ പറന്നിടുമേ, തളർന്നു പോകാതെ ഓടിയിടുമേ ഞാൻ, ദൈവമഹത്വം എന്നിൽ വെളിപ്പെടുമേ. എൽ ശദ്ദായി എന്നെ ശക്തനാക്കിയിടുമ്പോൾ കഴുകനെ പോലെ പറന്നിടുമേ, തളർന്നു പോകാതെ ഓടിയിടുമേ ഞാൻ, ദൈവമഹത്വം എന്നിൽ വെളിപ്പെടും. ഒന്ന് പാടിക്കേ. എൽ ശദ്ദായി എന്നെ ശക്തനാക്കിയിടുമ്പോൾ കഴുകനെ പോലെ
പറന്നിടുമേ. തളർന്നു പോകാതെ ഓടിയിടുമേ ഞാൻ. ദൈവമഹത്വം എന്നിൽ വെളിപ്പെടുമേ. ആറാറു ചിറകുള്ള സാറാഫുകൾ ഇടവിടാതങ്ങെ ആരാധിക്കും. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനേ, ആത്മശക്തിയാൽ അങ്ങെ ആരാധിക്കും. ആറാറു ചിറകുള്ള സാറാഫുകൾ ഇടവിടാതങ്ങെ ആരാധിക്കും. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനേ, ആത്മശക്തിയാൽ അങ്ങേ ആരാധിക്കും. ജഡം മതി എന്ന് പറയുമ്പോ ആത്മാവ് പറയും ഇനിയും വേണമെന്ന്. ജഡം ഇരിക്കാൻ പറയുമ്പോ ആത്മാവ് പറയും പ്രാപിക്കാൻ. ഇന്ന് പകൽ ജഡം പറയുന്നത് എന്നെ, ആത്മാവ് പറയുന്നത് എന്നെ തിരിച്ചറിയാൻ കഴിയുന്നവർ ഇതിനകത്തുണ്ടെങ്കിൽ നിന്റെ ജഡത്തെ നീ തന്നെ തോൽപ്പിക്കണം. നിന്റെ ആത്മീയ ജീവിതത്തെ ബാധിക്കുന്ന ജഡത്തിന്റെ ശീലങ്ങളെ, ജഡത്തിന്റെ ഇച്ഛകളെ ഇന്ന് പകൽ നീ തന്നെ തോൽപ്പിക്കണം. കർത്താവിന് വേണ്ടത് ആത്മാവിൽ കുതിക്കുന്നവരെയാണ്. ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു, 2025 പരിശുദ്ധ ആത്മാവിൽ കുതിക്കുന്നവർ അവർ അസാധാരണമായ വേഗത കൈവരിക്കും. വർഷങ്ങൾ എടുത്ത് പലരും സാധിച്ചെടുക്കുന്നത് ദിവസങ്ങൾ കൊണ്ട് നീ കവർ ചെയ്യും തക്കവണ്ണം നിന്റെ മേൽ അസാധാരണമായ ഒരു വേഗത ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് തരികയാണ്. ഇതുവരെയും ഉയർന്നു പറന്നിട്ടില്ലാത്ത ഉയരങ്ങൾ കീഴടക്കുവാൻ ഈ 2025 നമ്മൾ കേട്ട ദൈവ ശബ്ദം നമ്മെ പ്രാപ്തരാക്കുന്നുവെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ആ കാര്യങ്ങളെ ഒന്ന് ചേർത്ത് തട്ടി. ആമേൻ. ആറാറു ചിറകുള്ള സാറാഫുകൾ ഇടവിടാതങ്ങേ ആരാധിക്കും. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനേ, ആത്മശക്തിയാൽ അങ്ങേ ആരാധിക്കും. ആറാറു ചിറകുള്ള സാറാഫുകൾ ഇടവിടാതങ്ങേ ആരാധിക്കും. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനേ, ആത്മശക്തിയാൽ അങ്ങേ ആരാധിക്കും. എന്നെ ശക്തനാക്കിയിടുമ്പോൾ കഴുകനെ പോലെ പറന്നിടുമേ. ഓ ദൈവമഹത്വം എന്നിൽ വെളിപ്പെടുമേ. എന്നെ ശക്തനാക്കിയിടുമ്പോൾ കഴുകനെ പോലെ പറന്നിടും. തളർന്നു പോകാതെ തളർന്നു പോകാതെ ഓ ദൈവമഹത്വം എന്നിൽ വെളിപ്പെടുമേ. ആറാറു ചിറകുള്ള സാറാഫുകൾ ഇടവിടാതങ്ങേ ആരാധിക്കും. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനേ, ആത്മശക്തിയാൽ അങ്ങേ ആരാധിക്കും. ഓ ആറാറു ചിറകുള്ള സാറാഫുകൾ ഇടവിടാതങ്ങേ ആരാധിക്കും. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനേ, ആത്മശക്തിയാൽ അങ്ങേ ആരാധിക്കും. ഇത് സത്തൈകളെ പിരിക്കും കാലം, ഇത് ഉയരങ്ങളിൽ പറക്കും കാലം. ഇത് സത്തൈകളെ പിരിക്കും കാലം, ഇത് ഉയരങ്ങളിൽ പറക്കും കാലം. ഉന്നതനിൻ മഹിമൈ എന്നെ ഉദിത്തതാ, ഉയരങ്ങളിൽ പറന്നിടുവേ. ഉന്നതനിൻ മഹിമൈ എന്നെ ഉദിത്തതാ, ഉയരങ്ങളിൽ പറന്നിടുവേ. മേലെ ഉയരെ 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 ഞാൻ പറപ്പേ. 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 ഉന്നതനിൻ മഹിമൈ എന്നെ ഉദിത്തതാ, ഉയരങ്ങളിൽ പറന്നിടുവേ. ഉന്നതനിൻ മഹിമൈ എന്നെ ഉദിത്തതാ, ഉയരങ്ങളിൽ പറന്നിടുവേ. മേലെ ഉയരെ 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 ഞാൻ പറപ്പേ. ഉയരെ 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 ഞാൻ പറപ്പേ. ഉയരെ 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 ഞാൻ പറപ്പേ. ഉയരെ 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 ഞാൻ പറപ്പേ.
ശക്തനാക്കിയിടുമ്പോ കഴുകനെ പോലെ പറന്നിടുമേ. തളർന്നു പോകാതെ ഓടിയിടുമേ ഞാൻ. ദൈവമഹത്വം എന്നിൽ വെളിപ്പെടുമേ. അവൻ ആറാറു ചിറകുള്ള സാരാഫുകൾ ഇടവിടാതങ്ങെ ആരാധിക്കുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനേ, ആത്മശക്തിയാൽ അങ്ങേ ആരാധിക്കും. അവൻ ആറാറു ചിറകുള്ള സാരാഫുകൾ ഇടവിടാതങ്ങേ ആരാധിക്കുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനേ, ആത്മശക്തിയാൽ അങ്ങേ ആരാധിക്കുന്നു. അക്കരങ്ങളെല്ലാം ഒന്ന് ഉയർത്തിപ്പിടിച്ചോ. ഇന്ന് പകൽ ആരാധന എല്ലാ ബഹുമാനത്തോടെയും ആദരവോടെയും ഇന്ന് പകൽ കർത്താവിന് നൽകിക്കൊണ്ട് അല്പസമയങ്ങൾ കർത്താവിനെ ഒന്ന് സ്തുതിക്കുമോ. എല്ലാ ആദരങ്ങളും സ്തോത്രയാഗം അർപ്പിക്കുന്നവൻ എന്നെ മഹത്വപ്പെടുത്തുന്നുവെന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുമ്പോൾ ഇന്ന് പകൽ ആദരഫലം എന്ന സ്തോത്രയാഗം അർപ്പിക്കാൻ സന്തോഷമുള്ളവരെല്ലാം ചില നിമിഷങ്ങൾ ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. നിങ്ങൾക്ക് ദൈവം നൽകിയിരിക്കുന്ന വെളിപ്പാടിൽ ദൈവത്തിന് മഹത്വം നൽകിയാട്ടെ. പരിശുദ്ധനെ ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു. അത്യുന്നതനെ ഞങ്ങൾ അങ്ങേ ഉയർത്തുന്നു. എൽ ശദ്ദായിയെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഈ വർഷം എൽ ശദ്ദായിയുടെ സർവശക്തി ഞങ്ങൾ അനുഭവിക്കുന്ന വർഷമാക്കുവാൻ പോകുന്നതിനാൽ, ഞങ്ങളെ അങ്ങയുടെ വലിയ കൃപയാൽ നിറയ്ക്കാൻ പോകുന്നതിനാൽ, ഞങ്ങൾക്കായി ഒരുക്കി വെച്ചിരിക്കുന്ന മേഖലകളിൽ ആ ഉന്നതങ്ങളിൽ പറന്നുയരാനുള്ള ശക്തി ഞങ്ങളുടെ ആത്മചിറകുകൾക്ക് അവിടുന്ന് പകർന്നു നൽകുന്നതിനായി നന്ദി. ഇത് സൈന്യത്താൽ സംഭവിക്കത്തില്ല, ഇത് ശക്തിയാൽ നടക്കത്തില്ല, എന്നാൽ ദൈവത്തിന്റെ ആത്മാവിനാൽ ഇത് കഴിയുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ലോകം നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ ഞങ്ങൾ സഭയായി ദൈവം ഞങ്ങൾക്കായി വെച്ചിരിക്കുന്ന ഹൈറ്റ്സിലേക്ക് ഒരുമിച്ച് ഉയർന്നു പറക്കാൻ പോകുന്നതിനാൽ നന്ദി പറയുന്നു. ശത്രുവിന്റെ വെല്ലുവിളികൾക്ക് ബാധിക്കാൻ കഴിയാത്ത, ശത്രുവിന്റെ അമ്പുകൾക്ക് എത്താൻ കഴിയാത്ത ഉയർച്ച കൈവരിക്കുന്ന വർഷമാക്കി അവിടുന്ന് തീർക്കാൻ പോകുന്നതിനായി സ്തോത്രം. ഞങ്ങൾ ആത്മാവിൽ അതിന് ആമേൻ പറയുന്നു. ഞങ്ങൾ സ്വീകരിക്കുന്നു. ഞങ്ങൾ പ്രാപിച്ച ആത്മശക്തിക്ക് ഞങ്ങൾ അങ്ങേ നന്ദിയോടെ സ്തുതിക്കുന്നു. സകലമാനവും മഹത്വവും അവിടുത്തേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. കരങ്ങളെ തട്ടി നമ്മുടെ കർത്താവിന് നന്ദി. എല്ലാവർക്കും പ്രാർത്ഥന ദിവസത്തിലിരിക്കും.